ശ്യാമേ, ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് ഈ നടന്മാർക്കെതിരെയൊക്കെ പരാതികളുണ്ട്, പക്ഷെ തൽക്കാലം അവരെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പുതിയ വാർത്ത. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അന്വേഷണം കുരുക്ക് മുറുകുമ്പോൾ രാജിവെക്കേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് മുകേഷിനെ പോലെ ഒരു സിനിമാ നടൻ, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്, MLA ആണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്ഥാനം ഒഴിയേണ്ടി വരില്ലേ? ഈ പോക്കിനൊക്കെ രാജിവെക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. രാജിവെക്കേണ്ടി വരും. രാജിവെക്കേണ്ടി വരും. അതിപ്പോൾ ആരില്ല എന്ന് പറഞ്ഞാലും നിലവിലെ ഈ സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ രാജിവെക്കേണ്ടി വരും. കോടതി കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പിണറായിയുടെ പോലീസ് മുകേഷ് കുറ്റക്കാരനാണ് എന്ന റിപ്പോർട്ട്, കുറ്റപത്രം സമർപ്പിച്ചാൽ പിന്നെ അതിനുവേണ്ടി മുകേഷിന് വേണ്ടി പിന്തുണ മുകേഷിന് നൽകണ്ടെന്നാണ് നിലവിലെ തീരുമാനം. അത് പാർട്ടിയെ കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കും എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പാർട്ടിയുടെ നേതാക്കന്മാരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ വിവരം ലഭിക്കുന്നത്. കുറ്റപത്രം കോടതിയിലേക്ക് എത്തിയാൽ കോടതി കുറ്റപത്രത്തിൽ എന്ത് പറയുന്നു എന്നതിന് വേണ്ടി കാത്തു നിൽക്കണ്ട. കാരണം കുറ്റപത്രം എന്ന് പറയുന്നത് പോലീസ് തയ്യാറാക്കുന്ന സാധനമാണ്. അത് പിണറായിയുടെ പോലീസാണ്, LDF സർക്കാരിന്റെ പോലീസാണ് കുറ്റപത്രം LDFിലെ MLAക്കെതിരെ തയ്യാറാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ട എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. മാത്രമല്ല, മുകേഷിന്റെ കാര്യത്തിൽ ഇനി പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ മറ്റാരും നടത്തണ്ട എന്ന നിർദ്ദേശം പാർട്ടി കൊടുത്തിട്ടുണ്ട്. മുകേഷ് തനിയെ ഏറ്റെടുത്ത് പറഞ്ഞു. മുകേഷിന് തന്നെ ഒറ്റയാൾ പോരാട്ടം നടത്തട്ടെ എന്നൊരു രീതിയാണ് പാർട്ടിക്കുള്ളത്. പാർട്ടി സെന്ററിൽ നിന്ന് പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുകേഷിന്റെ കാര്യത്തിൽ ഇനി ചോദ്യങ്ങളോട് മാധ്യമങ്ങൾ ആരെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ആരും അതിന് പ്രതികരിക്കാനുള്ളത് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചോളും, അല്ലെ LDF കൺവീനറോ സംസ്ഥാന സെക്രട്ടറി അവരാരെങ്കിലും ഒരാൾ പ്രതികരിച്ചോളും. ബാക്കി ആരും അതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ പോകണ്ട. മന്ത്രിമാരോ പാർട്ടി നേതാക്കളോ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണെങ്കിൽ പോലും പ്രതികരിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം. കാരണം മുകേഷിനെ ഇനി ആരെങ്കിലും പിന്തുണയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പിന്തുണയ്ക്കുന്നവർ കൂടി കുഴപ്പത്തിൽ ചാടുമെന്ന് ബോധ്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുകേഷിന് കുറ്റപത്രത്തിന് വേണ്ടി ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റപത്രത്തിന് വേണ്ടി ഇനി അധിക സമയം വേണ്ടി വരത്തില്ല. കാരണം മൊഴി എടുത്തു കഴിഞ്ഞു, തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി മുകേഷിന്റെ ഈ പറയുന്ന ഡിജിറ്റൽ തെളിവുകളുടെ ആവശ്യം കൂടിയേ ഉള്ളൂ. പിന്നീട് കുറ്റപത്രം പെട്ടെന്ന് തന്നെ അവർക്ക് തയ്യാറാക്കാൻ സാധിക്കും. മുകേഷ് ഇനി ആർക്കെങ്കിലും ഒക്കെ പൈസ കൊടുത്തോ ഒതുക്കി തീർത്തോ ഒക്കെ ചെയ്താലേ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ സാധനം കുറ്റപത്രം കോടതിയിൽ പോകും. കുറ്റപത്രം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മുകേഷ് വിചാരണ നേരിടുക എന്നുള്ളതാണ്. വിചാരണ നേരിടുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ CPM തന്നെ ആവശ്യപ്പെടും. CPMന് കൊല്ലത്ത് ഒരു ടെൻഷൻ ഇല്ല. മാത്രമല്ല, ഇപ്പോൾ അവർ എന്തായാലും ഒരു കറക്റ്റ് പൊസിഷനിലല്ലേ നിൽക്കുന്നത്. ഒരു MLA പോയി എന്ന് വെച്ചിട്ട് സർക്കാർ വീഴത്തില്ല. സർക്കാർ വീഴുന്ന ഒരു സാഹചര്യമോ ഒന്നുമല്ല ഒരു MLA പോയി എന്നുള്ള നിലയ്ക്ക്. അവർക്ക് കൃത്യമായ ഭൂരിപക്ഷം സർക്കാരിനുണ്ട്. പിന്നെ കൊല്ലത്തെ MLA രാജിവെച്ചെന്ന് പറഞ്ഞിട്ടും CPMന് ടെൻഷൻ ഇല്ല. കാരണം കൊല്ലത്ത് ഇനി ആരെ കൊണ്ട് നിർത്തിയാലും CPM ഒരാളെ കൊണ്ട് നിർത്തിയാൽ കൊല്ലത്ത് ജയിക്കും. കൊല്ലത്ത് അതിന് അത്ര കടുകട്ടി ബാലികേറ മലയൊന്നുമല്ല CPMനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലം പാർലമെന്റ് മണ്ഡലം നോക്കുമ്പോൾ പ്രേമേന്ദ്രന് ജയിച്ച് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിലും കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള വോട്ടുണ്ട്, മുൻതൂക്കമുണ്ട്. അതിൽ പിന്നെ വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് വന്ന് അട്ടിമറിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തിയാലേ ഉള്ളൂ. അതും കൊല്ലം മണ്ഡലത്തിലോ ഒന്നും നടക്കത്തില്ല, ഒരു കാരണവശാലും നടക്കത്തില്ല. അപ്പൊ കൊല്ലത്തിൽ ഈ മുകേഷ് രാജിവെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു അവസരം, പാർട്ടി നേതാവിന് അവിടെ അവസരം ലഭിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവിടെ ഒരുപാട് പേര് ഈ കുപ്പായം തയ്പ്പിച്ച കൊല്ലത്ത് മത്സരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മുകേഷ് വന്ന് ഇറങ്ങുകയും മുകേഷ് 2 തവണ അവിടെ മത്സരിക്കുകയും ചെയ്തത്. ഇനി മുകേഷിന് അവിടെ അവസരവും കിട്ടത്തില്ല. രണ്ട് തവണയാണല്ലോ, ഈ ടൈം കഴിയാണ്. അതുകൊണ്ട് മുകേഷിന് ഇനി അവിടെ കിട്ടത്തില്ല. പുതിയൊരു നേതാവ് അവിടെ വരും. ഒരു 3-4 പേര് അവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട്. അപ്പൊ അവരും എന്താ ശ്രമിക്കുന്നത്, എത്രയും പെട്ടെന്ന് മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് കൊല്ലത്തെ പാർട്ടിയുടെയും താല്പര്യം. കൊല്ലത്തെ പാർട്ടിയുടെയും നല്ല ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരുടെയും താല്പര്യം ഇനിയിപ്പോ ഈ മുകേഷിനെ ചുമന്ന് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ്. കാരണം ആളുകൾ അത്രത്തോളം വെറുത്തു മുകേഷിനെ ആളുകൾ പൂർണ്ണമായും വെറുത്തു. മുകേഷ് എന്ന് പറയുന്ന നടനോട് ഇനി ആളുകൾക്ക് താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ സിനിമ പോലും ഇനി ആരെങ്കിലും ഒക്കെ കാണുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അദ്ദേഹം പറയുന്ന തമാശകളൊന്നും കേട്ട് ചിരിക്കാനോ, അല്ലെങ്കിൽ ഒരു അച്ഛൻ റോഡിലെത്തി ഒരു ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാനോ, അല്ലെങ്കിൽ ഒരു മകളുടെ ഒരു മക്കളുള്ള ഒരു അച്ഛനായി അഭിനയിക്കുകയോ, അല്ലെങ്കിൽ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവെ അഭിനയിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ആ കഥകളൊന്നും മലയാളി ഇനി ഉൾക്കൊള്ളത്തില്ല. അല്ലെങ്കിൽ മുകേഷ് പോയിട്ട് വല്ല വില്ലൻ റോളും ചെയ്യണം. വില്ലത്തരം കാര്യങ്ങളും കാണിക്കുന്നത് ആരെങ്കിലേക്ക് തട്ടിക്കുക, വെട്ടിക്കുക, പീഡിപ്പിക്കുക, കൊലപാതകം,
ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും അങ്ങനെ ഒരാളായിട്ട് മുകേഷ് വരികയാണെങ്കിൽ മാത്രം ജനം ഇനി കൈയടിക്കും. അല്ലാതെ ഒരു റോളും ജനം കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികൾ പൂർണ്ണമായിട്ടും ആളുകൾ വെറുത്തു. മുകേഷ് എന്നുള്ള പേര് പോലും കേൾക്കാൻ ഇപ്പോൾ ആളുകൾക്ക് താല്പര്യമില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന ചർച്ച പോലും എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. മുകേഷ് രാജിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വിഷയം എടുത്തിരിക്കുന്നത്. ഈ വിഷയം അപ്പോൾ ജനങ്ങൾ അറിയണമല്ലോ. മുകേഷ് അങ്ങനെ സുരക്ഷിതനായി എല്ലാ കേസിൽ നിന്നും എന്താ പറയാ, ഇപ്പോ മറ്റേ അൻവർ ഒരു സാധനം കൊണ്ടുവന്ന് ചാടിയപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെല്ലാം അണഞ്ഞു. തവള ചത്താൽ വാർത്ത പാമ്പ് ചാവുന്നത് വരെ അങ്ങനെ ഒരു സാധനമാണല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് മുകേഷും ഇരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ കുറ്റപത്രം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ തീരുമാനം ഇതാണ്: അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട, അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പോകട്ടെ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തന്നെ നോക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. പിന്നെ ആ നടി എന്തായാലും എനിക്ക് തോന്നുന്നില്ല അവര് മുകേഷ് പൈസ കൊടുത്താലൊന്നും പിന്മാറുമെന്ന് തോന്നുന്നില്ല, പിന്മാറത്തില്ല. അവരും ഇതൊരു ആഘോഷമായിട്ട് എടുത്തിരിക്കുകയാണ്. അവരൊരു ആനന്ദത്തിലാണ്. അവർക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ഹൈപ്പല്ലേ കിട്ടിയത്. ഹേമ കമ്മിറ്റി കാരണം ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയത് ആ നടിക്കാന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർക്കൊന്നും അത്രയും ഒരു ഇത് കിട്ടിയില്ല, ഒരു പിന്തുണ കിട്ടിയില്ല. ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ ഒരു ചെറിയ റോളുകളിലൊക്കെ വന്നേ ഉള്ളൂ. ഇവർക്ക് സിനിമയെ പോലും കിട്ടാത്ത ഇതല്ലേ കിട്ടിയത്, മീഡിയ അറ്റൻഷൻ അല്ലേ അവർക്ക് കിട്ടിയത്. അവരതിനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ചാനലിൽ വന്നിരുന്നു പറഞ്ഞത്, നിങ്ങൾ എന്റെ മുഖം കാണിച്ചു, എനിക്ക് അതിനെന്തോ ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്താ കാണിക്കാത്തത്, ഞാൻ എന്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് അവര് ഈ അറ്റൻഷൻ കിട്ടുന്നിടത്തോളം കാലം അവരെന്തായാലും അതിന് പിന്മാറില്ല. പിന്നെ ദിലീപിനൊരു കൂട്ടുപോയി, ദിലീപിന്റെ വിചാരണ തുടങ്ങാൻ പോവാ. ദിലീപിന്റെ വിചാരണ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ആദ്യത്തോടു കൂടി ആ കേസിൽ വിധി വരും. അടുത്ത വർഷം ആദ്യത്തോടു കൂടി ആ കേസിലെ വിധി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിധി വന്നാൽ ദിലീപിനെ ശിക്ഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപിന്റെ കേസിൽ നമുക്കതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് എടുക്കണം. ഞാൻ എന്താളും വിചാരിച്ചു ദിലീപിന്റെ നടിയെ ആക്രമിച്ച കേസിനെ കുറിച്ച് ഒരു ദിവസം നമുക്ക് സംസാരിക്കണം. അതിന്റെ വിചാരണ കോടതിയിൽ നടന്ന് അടച്ചിട്ട മുറിയാട്ടോ, അടച്ചിട്ട മുറിയായതുകൊണ്ട് പ്രോസിക്യൂട്ടറെ വിളിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന്, പ്രോസിക്യൂട്ടറോ അങ്ങനെ അല്ലെങ്കിൽ അഭിഭാഷകരെ ആരെങ്കിലും വിളിച്ചിട്ട് വേണം അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി. അതിൽ അത്രയും പേര് കൂറുമാറിയിട്ട് ഇവിടെ മീഡിയാസ് ആരും പറഞ്ഞില്ലല്ലോ. എത്ര പേരാ കൂറുമാറി? സിദ്ദിഖ് മാറി, നാദിർഷ മാറി, ഇടവേള ബാബു മാറി, ഒരുപാട് പേര് കൂറുമാറിക്കളെ പറയുന്നത്. ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ മൊഴിയെടുപ്പിച്ചാണെന്നൊക്കെ അല്ലേ അവർ പറയുന്നത്. അവരെ ഭീഷണി ഉണ്ടായിരുന്നു. അല്ലല്ല, അവര് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ മൊഴി കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത്. മൊഴി കൊടുത്തിട്ടില്ല. കുറെ പേര് പോയി പറഞ്ഞത് ഞങ്ങൾ മൊഴി കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത്. കാരണം പോലീസ് പറയുന്ന രീതിയിൽ മൊഴി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ കൂട്ടാനുള്ള വകുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെ അതെ. എന്നിട്ട് പലരെയും ആ രീതിയിൽ മൊഴി കൊടുപ്പിച്ചു. അല്ലെ, വിചാരണ നടക്കുമ്പോഴേ ചേട്ടാ, വിചാരണ നടക്കുമ്പോ പിന്നെ സാക്ഷിക്കൂട്ടിൽ ഇവരെ കയറ്റി നിർത്തും. സാക്ഷിക്കൂട്ടിൽ കയറ്റി നിർത്തി പ്രോസിക്യൂട്ടർ ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ പ്രോസിക്യൂട്ടർക്ക് കാര്യം പിടിയിട്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് കൂറുമാറി, സാക്ഷി കൂറുമാറിയതായി കോടതി പ്രഖ്യാപിക്കണമെന്ന് കോടതിയോട് ആവശ്യമാണ്. കോടതി കൂറുമാറിയെന്നോ കൂറുമാറ്റം അംഗീകരിക്കും, സാക്ഷിയുടെ കൂറുമാറ്റം അംഗീകരിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഒരുപാട് കാലത്ത് ഈ അടച്ചിട്ട് മുറിയായതുകൊണ്ട് എത്രയും കാലം ഇത് പുറത്തു വന്നില്ല. ഇതിന്റെ വിവരങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴല്ലേ ഈ അടുത്തിടയ്ക്കാണ് ഒരു മാധ്യമം അത് പുറത്തുവിട്ടത്, ഇത്രയധികം പേർ കൂറുമാറി എന്നുള്ള കാര്യം. എന്നിട്ട് ഇവർ പോയിട്ട് പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിച്ചു, ഈ കൂറുമാറിയ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നില്ല, ഞാനങ്ങ് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ചേട്ടാ, അത് കൂറുമാറ്റം അവിടെ നടന്നിട്ടുണ്ടെന്നേ, കൂറുമാറിയതാണ്. ഈ നടന്മാരെല്ലാം കൂറുമാറി കളഞ്ഞു. ആ നടിക്കൊപ്പമാണ് നിന്നത് എന്ന് പറയുകയും ചെയ്തു. ഇപ്പുറത്ത് ഇവരെല്ലാവരും കൂടെ കൂറുമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലിനി കോടതിയാണ് തീരുമാനിക്കേണ്ട ആ കേസിന്റെ കാര്യം എന്താണ് എന്നുള്ളത്. പിന്നെ ഏതായാലും അദ്ദേഹം എന്തായാലും ഇത് എത്രയും വേഗം വിധി വന്ന്, എന്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും വേഗം വിധി വന്ന് അതിനകത്തെ സത്യം എന്താണ് കള്ളം എന്താണ് എന്നുള്ളത് പുറത്തു വരണമെന്നാണ്. നിരപരാധി അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്ര വർഷമായി, ഇത്രയും കാലങ്ങളായില്ലേ, ഇത്രയും കാലങ്ങളായി അയാളുടെ കരിയർ പോയി, അയാളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി, അയാളുടെ ഓർമ്മയുണ്ടോ, അയാള് പിന്നെ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവെയാണ്, ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവെയാണ്, ഒരു തുണിക്കടയുടെ ആണെന്ന് അതിന്റെ ഓർമ്മ, ഇദ്ദേഹമായിരുന്നു അതിന്റെ അംബാസഡർ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൊച്ചിയിലെ വലിയ ഫ്ലക്സ് ബോർഡുകൾ, വലിയ കെട്ടിടങ്ങൾക്ക് മുകളിലിരുന്ന വലിയ ഫ്ലക്സ് കട്ടൗട്ടുകളെല്ലാം ഈ കമ്പനി ഇളക്കി മാറ്റിച്ചു. ഇദ്ദേഹത്തിന്റെ പടം ഒട്ടിച്ചേക്കുന്നുണ്ട് മാത്രം. ഇദ്ദേഹത്തിന്റെ പടം ഒട്ടിച്ചേക്കുന്നത് കൊണ്ട് മാത്രം ആ പിന്നെ ബ്രാൻഡിന്റെ നിന്ന് എംബ്ലം അവർ കീറി മാറ്റിച്ചു. ഏതാണ്ട് 100,000-ലധികം വസ്തുക്കളിൽ നിന്നാണ് എംബ്ലം കീറി മാറ്റിയത്, ഇദ്ദേഹത്തിന്റെ പടം കീറി മാറ്റി കളഞ്ഞത്. അങ്ങനെയൊക്കെ അദ്ദേഹം ദീർഘകാലമായി ഈ ഒരു കാര്യം നേരിടുന്നുണ്ട്. പിന്നീട് ആദ്യഘട്ടത്തിൽ ജയിലിൽ പോയി. രണ്ടാം ഘട്ടത്തിൽ പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ബാലേന്ദ്രകുമാറിന്റെ ഒരു വിവാദം വന്നല്ലോ. ബാലേന്ദ്രകുമാർ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥനെ പിന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ദിലീപ് ഗൂഢാലോചന നടത്തിയിരുന്നു. അങ്ങനെ കോടതിയുടെ അനുമതിയോടുകൂടി രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്യൽ കളമശ്ശേരിയിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു. ഇദ്ദേഹം രാവിലെ ആലുവയിൽ നിന്ന് ഇറങ്ങും,
മീഡിയക്കാർ പത്മസുരാപുരം വീട്ടിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങും, മീഡിയക്കാർ കൂടെ പിന്തുടരും. ഈ വണ്ടി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വരും, ഇദ്ദേഹം അകത്ത് കയറി പോവും. പിന്നെ മീഡിയക്കാരവിടെ അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ മൂട്ടി കുത്തിയിരുന്ന് വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ലൈവുകളൊക്കെ കൊടുത്ത് ഇനി അവിടെ കുത്തിയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ ചോദ്യം ചെയ്യൽ കഴിയും, ഇദ്ദേഹം ഇറങ്ങും, വീട്ടിൽ പോകും. മീഡിയക്കാർ ആലുവയിലെ വീട്ടിൽ ചെല്ലും, ഇദ്ദേഹം അകത്ത് കയറി പോകും, ഗേറ്റടക്കി തിരിച്ചു പോകും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന കുറെ കാലം സ്ഥിരം പരിപാടിയായിരുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇദ്ദേഹം വരുന്നത് പോകുന്നത് ഇത് എന്റെ പരിപാടി. അങ്ങനെ പിന്നെ അന്ന് നടന്നൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ തമാശയാണ് അത്, അങ്ങനെ ചെയ്യുന്നതിന് വേറെ കോമഡി ഒന്നുമില്ല. ഒരു പോലീസ് ജീപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു, ഒരു പോലീസിന്റെ ചെറിയ വാൻ. അപ്പൊ മീഡിയക്കാർ കുറച്ചുപേര് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ചാരി നിന്ന് സംസാരിച്ചിട്ടുണ്ട്, കാര്യം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞിട്ട് ബാക്കിലും കുറച്ചുപേര് ചാരി നിന്ന് കാര്യം പറയുന്നുണ്ട്. ഈ വണ്ടി ഇപ്പം ഫ്രണ്ടിൽ നിന്ന് ചാരുന്നവര് കാരണം വണ്ടി കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി. അപ്പൊ പുറകിൽ നിന്നവർ എന്ത് ചെയ്ത് കുറച്ച് അങ്ങോട്ടില്ല, അത് അവസാനം ഇത് വടംവലി പോലെ പോലീസ് വണ്ടി തള്ളി കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം. അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഏതായാലും ദിലീപിനും ഒരു കൂട്ടായിട്ടുണ്ട് മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് നമ്മുടെയും ആവശ്യം. കാരണം ഇനി അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുന്നത് ശരിയല്ല. ആ പദവിയിൽ നിന്ന് അദ്ദേഹമായിട്ട് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ ഒഴിഞ്ഞു പോകണം. കാരണം ആ MLA ബോർഡ് വെച്ച് അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള യാതൊരു അവകാശവും ഇനിയില്ല. കാര്യം ഒരാളാണ് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, ഇതൊന്നല്ല, പലരാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ അമ്മയെ കയറി പിടിച്ചു. അതൊക്കെയാണ് പുള്ളിക്കെതിരെ വന്നിട്ടുള്ള കച്ചവട പരിപാടികളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ശരി.